മേശാവെല്ലാം തൂത്തുവാരാൻ കിടക്കുന്നു, മുറ്റം തൂക്കാൻ കിടക്കുന്നു. എടി മോളിക്കുട്ടിയെ, എടി ലില്ലിക്കുട്ടിയെ, നിങ്ങൾ എവിടെയാടി? ഇതൊക്കെ ഒന്ന് ചെയ്യടി, ഒന്ന് ഓടി മാടി. അടുക്കളയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു. മറിയക്കുട്ടി. ഓ ആരോടൊക്കെ പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുമ്പിൽ ഇറങ്ങി തിന്നാലേ ഉള്ളൂ ഇനി എവിടെ നിന്ന് എണീക്കുന്നുള്ളൂ. ഓ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്രിസ്മസിന് അടുത്തില്ലേ? കുറച്ച് നിങ്ങൾ എന്തെല്ലാം വാങ്ങിക്കാനുണ്ട്. ഇതൊന്നും കിട്ടാനില്ലെന്നൊക്കെ ഇപ്പൊ പറയുന്നത് കേട്ടു. എന്റെ ദൈവമേ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അറിയാനുണ്ടോ ഇവിടെ നിന്ന് എണീക്കുന്നുണ്ടോ എന്ന് നോക്കി. ഓ രാവിലെ തുടങ്ങി മനുഷ്യരത് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എന്നാ നീ എന്നൊക്കെ മേടിക്കേണ്ടതെന്ന് പറ. അത് പറയുകയില്ല, ചുമ്മാ പ്രവൃത്തോട് നടക്കുകയും ചെയ്യും. ഓ ഇനിയിപ്പോ അതും ഞാൻ പറഞ്ഞു തരണോ? എന്നാ നമുക്ക് ഇച്ചിരി കോഴി വേണം, പോത്ത് വേണം, ആട് വേണം, താറാവ് വേണം. പിന്നെ കുറച്ച് കാടയങ്ങൾ കൊണ്ടുവരണേ. അയ്യോ മീൻ്റെ കാര്യം വിട്ടുപോയി. മീൻ വാങ്ങിക്കണം കേട്ടോ. കറി വെക്കാനും വേണം, വറുക്കാൻ 2 കൂട്ടം കൂടെ വേണം കേട്ടോ. എല്ലാം നേരത്തെ വെക്കേണ്ടതാ. മൃഗങ്ങളെല്ലാം ആയെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ കൂടുതലായിട്ട് അല്ലിക്കൊന്ന് തിന്നാനായിട്ട്? മീന് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഐറ്റം വേണോ, അല്ലെ കിട്ടുന്നത് മേടിച്ചാൽ മതിയോ? എന്താ അച്ചാച്ച ഇവിടെ രാവിലെ ഒരു ബഹളം? 2 പേരും രാവിലെ തുടങ്ങി. അമ്മച്ചെങ്കിലും കുടുംബത്തോട് പറഞ്ഞു ഇനി ക്രിസ്മസ് വരെ ശക്തരയായിരിക്കും. കൊച്ചമ്മച്ചി വരുമല്ലേ, അതിന്റെ ബഹളമായിരിക്കും. അതിനെ സ്വീകരിക്കാനുള്ള വെപ്പാടായിരിക്കും അല്ലേ കാണിക്കും. ഇവളുടെ വെപ്പാളം കണ്ടാൽ തോന്നുന്നു ഇവിടെ മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. എന്നാ ബാക്കിയുള്ളവരവിടെ ചെയ്യുന്നതൊന്നും കാണുന്നുമില്ല. അതാണ്. ഓ അമ്മച്ചിയുടെ പിന്നാലെ നാട്ടിൽ വരുമല്ലേ, അതിന്റെ ബഹളാലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ വരുന്നത് ക്രിസ്മസിന്. അത് നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കണ്ടേ. കൊച്ചമ്മച്ചിയിലെ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കരളൊക്കെ പാടി നല്ല ഒന്നാന്തരം പോർക്കും ബീഫും കൂട്ടി അപ്പവും ചോറും ഒക്കെ കഴിച്ച് എനിക്ക് ഓർക്കാനേ വയ്യ. അമ്മച്ചി എത്തുന്നതിനും കൊച്ചമ്മച്ചി ഇങ്ങോട്ട് എത്തുന്നതിനും മുന്നേ തന്നെ എനിക്ക് എല്ലാം സെറ്റാക്കി നമുക്കിവിടെ ഫ്രീ ആയിട്ടിരിക്കണം. എന്നാലേ ഇതൊക്കെ നടക്കുള്ളൂ. എന്റെ മോളെ, എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. ശരി അച്ചാച്ച, അച്ചാച്ച എന്ന് പോയിട്ട് വാ. ഞങ്ങളെന്നാ അമ്മച്ചീനെ സഹായിക്കാം. അതായിരിക്കും നല്ലത്. അതെ അതെ, ഇവിടെമാരൊക്കെ എത്രമാത്രം എന്നെ സഹായിക്കാനിരിക്കുന്നു. എല്ലാം മേക്കപ്പും ചാർത്തി അങ്ങോട്ട് മെനി നടക്കുകയേ ഉള്ളൂ. എല്ലാം കണ്ടാ മതി ഇതൊക്കെ. ഈ പിള്ളേർക്ക് ഇതിലേക്കെങ്ങാനും വണ്ടി ഓടിച്ച് കളിക്കാതെ മുറ്റത്തേക്കെങ്ങാനും പോയി കളിക്കാൻ വരെ. പിള്ളേര് അങ്ങോട്ടെങ്ങാനും പോ. അല്ലെങ്കിൽ നിങ്ങൾ പോയി ക്രിസ്മസ് ട്രീയിലേക്ക് ഇതൊക്കെ വെച്ച് കിട്ടിക്കേ. കട്ടപ്പനയിൽ നിന്ന് ഏത് ബസ്സിനാണോ കൊച്ചുമ്മച്ചി തരുന്നേ? ബസ്സെല്ലാം കിട്ടിയോ ആവോ? ഇവിടെയാണോ ഇറങ്ങണേ? കാരിത്താസിന്റെ സ്റ്റോപ്പെത്തി. എന്റെ മനുഷ്യനെ, നിങ്ങളാ കൊച്ചിന്റെ ബാക്കി വരാനുള്ളത് മേടിച്ചോ? ഓ അത് 1 രൂപയല്ലേ ഉള്ളൂ, അത് വിട്ടേക്കാനേ അറിയില്ല. പോട്ടെ. നിങ്ങൾക്ക് അങ്ങനെ പറയാം 1 രൂപ. ഇപ്പൊ ഇവിടെ നാട്ടിൽ 3 കോഴിക്കണമെങ്കിൽ പോലും 1 രൂപ കൊടുക്കണം എന്നാ. ആ കൊച്ചിനോട് 1 രൂപ മേടിച്ചിട്ടോ വിഷയം ഒന്നില്ല. കൊച്ചിനെ ബാക്കി തരാന്ന് പറഞ്ഞല്ലോ, തന്നില്ലല്ലോ. എന്താ എന്റെ അമ്മച്ചി, ഇത് ഇപ്പൊ 1 രൂപയല്ലേ ഉള്ളൂ. ഇവിടെ ചില്ലറയൊന്നും ഇപ്പൊ ഇല്ല. ചില്ലറക്കൊക്കെ ഇച്ചിരി ക്ഷാമമാണ്. ഒന്ന് പോടാ കൊച്ചനെ. നിങ്ങള് ന്യൂജൻകാർക്ക് ഇങ്ങനെ പലതും പറയാം. ഞങ്ങള് ആ മലമൂട്ടി കിടന്ന് കഥകത്തിന്റെ ഏലത്തിന്റെ ഒക്കെ പുറകെ കയറി ഇറങ്ങി നടന്നുണ്ടാക്കുന്ന പൈസയാ. അതങ്ങ് പോകുമ്പോ ഇത്തിരി വിതരണമൊക്കെ ഉണ്ട്. ഓ എന്നാ അമ്മാമ നിങ്ങളുടെ 1 രൂപ രാവിലെ എവിടെങ്കിലും കെട്ടും പൊട്ടിച്ച് കളഞ്ഞിട്ടോളും മനുഷ്യനെ മെനക്കെടുത്താൻ. അങ്ങനെ വഴിക്കുവാ ചുമ്മാ. പോട്ടെ റൈറ്റ്. ഓ അവളുടെ ഒരു നടപ്പ് കണ്ടില്ലേ, ഐശ്വര്യമായാണെന്ന് വിചാരം. നീ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ മതിയോ? നമുക്ക് മാതാവിലെ നഴ്സിംഗ് കോളേജിൽ പോയി അവറാച്ചന്റെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് വേണം കടക്കിലേക്ക് പോകാൻ. ഒന്ന് വേഗം നടക്കാനേ. എന്റെ മനുഷ്യൻ, ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടൊരുക്കി വന്നത് എന്റെ നാട്ടില് വരുമ്പോ എനിക്കൊരിതില്ലേ. എനിക്കിത് കാണുമ്പോഴത്തേക്ക് എന്തൊരു സന്തോഷം. എന്റെ നാടത്തിന് എന്തൊരു ആശ്വാസം. ഇവിടെ ഈ കൊച്ചിനെ ഒന്ന് പിടിച്ചേടി, എന്റെ കൈ ഒടിഞ്ഞു.
എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ശ്രീയക്കിന്റെ കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് തരാം. അതിനെ എടുത്തോണ്ട് പോകും. ഇപ്പൊ എന്നോട് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇതെല്ലാം അഴിച്ചു പോകും. കൊത്തീസിന്റെ പാല് വരെ അഴിച്ചു പോയി. ഈ കൊച്ചിനെ പിടിക്കാൻ പോയത് പ്രസിഡന്റ് ഉടഞ്ഞു പോകത്തില്ലേ? ഞാൻ പിടിക്കത്തില്ല, നിങ്ങൾ തന്നെ പിടിച്ചാൽ മതി. ഈ നാട്ടുകാരെങ്ങനെ വിചാരിക്കും പൈസാക്കാർക്ക് വല്ലതും ഉണ്ടായതാണ്. പിന്നെ എന്തെങ്കിലും പെണ്ണേക്കാളും നല്ല സുന്ദരനൊക്കെയാണ്. അതെനിക്ക് മനസ്സിലായി. ബസ്സിൽ നിന്ന് പെൺപിള്ളേരെയൊക്കെ നോക്കണുണ്ടപ്പോ കോളേജിലോട്ട് പോകുന്നത് ഭയങ്കര സന്തോഷത്തിലാന്ന് എനിക്ക് മനസ്സിലായി. വാ വാ. അതെ അതെ, കോളേജിൽ പോകുന്നതിന്റെ സന്തോഷം എനിക്ക്. കുറെ പിള്ളേരെ കാണാമല്ലോ. എല്ലാരും അടിപൊളിയായിട്ടായിരിക്കുമല്ലോ. അവിടെ എന്തോ ക്രിസ്മസ് ആഘോഷമാണോ അതൊക്കെ കാണാനായിട്ട് നമുക്ക് വല്ല ചാൻസ് തരുമോ ആവും. അപ്പച്ചനും അമ്മച്ചനും എത്തിയല്ലോ. എത്ര നാളായി കണ്ടിട്ട്. കഴിഞ്ഞ ക്രിസ്മസിന് കണ്ടതാ. എടാ ജോസൂട്ടാ, നീ മുട്ടായോടാ? നിനക്ക് എന്നെ ഓർമ്മയുണ്ടോടാ മുട്ട? വന്നേ, മുട്ട ചേച്ചിയോടെ വന്നേ, വാ. കുഞ്ഞിപ്പെണ്ണിന്ന് ഭയങ്കര സുന്ദരിയായിട്ടാണല്ലോ. സാരിയൊക്കെ കുറിച്ച് വലിയ വെള്ളമാക്കി. എങ്ങനെ നിങ്ങളെ പെരുക്കൊച്ച ഉണക്കമത്തി പോലെ ഇരുന്ന ഈ ഹോസ്റ്റലിലൊക്കെ ഇത്രയും നല്ല ഫുഡാണോ? കരവില് ബീറ്റ്റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഫുഡാന്ന് തോന്നുന്നു. സാരിയെ കൊടുത്തൊന്ന് സുന്ദരിയായിട്ടാണല്ലോ വന്നപ്പം. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇവിടെ? അമ്മച്ചിക്ക് അറിയോ, ഞങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റലിൽ നല്ല സൂപ്പർ ഫുഡാ. ഞങ്ങൾക്ക് പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, കടലക്കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്, ബിരിയാണി ഉണ്ട്. അങ്ങനെ സൂപ്പർ ഫുഡാ അമ്മച്ചി ഞങ്ങൾക്ക് ഇവിടെ. ഞാൻ ബുദ്ധിമുട്ട് ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം. ഇത് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവിടെ വല്ല പെരുന്നാളുണ്ടോ? അച്ഛനും അമ്മച്ചിക്ക് അറിയാമോ ഞങ്ങളുടെ കോളേജിൽ എന്നൊക്കെ പരിപാടിയാണെന്നറിയാമോ? ക്രിസ്മസിന് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെന്താ സാന്താക്ലോസ് കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെ വമ്പൻ ക്രിസ്മസ് പരിപാടിയാണ് നമ്മുടെ കോളേജില്. ഈ മനുഷ്യനെ ഒന്നും കിട്ടാതിരിക്കണ. വെറുതെ ഈ മനുഷ്യൻ പെപ്പിള്ളേരെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കണോ? മനുഷ്യൻ ഇങ്ങോട്ട് നോക്ക്. ഈ കൊച്ചിനോടൊന്നും മിണ്ടാറില്ലേ? നിന്റെ പഠിത്തവും കാര്യമൊക്കെ എങ്ങനെ പോകുന്നേ കുഞ്ഞിപ്പെണ്ണെ? എന്റെ അപ്പച്ച ഒന്നും പറയണ്ട. ഒരു വർഷത്തൂടെ ക്ലാസ്, അതിന്റെ അസൈൻമെന്റും പ്രസന്റേഷനും അങ്ങനെ ഒരു 10-20 പിന്നെ ക്ലിനിക്കൽസ്. അവിടുത്തെ റിക്വയർമെന്റ് കേട്ട മനുഷ്യന്മാരുടെ തല കാണും. കേട്ടനാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ, കേസ് സ്റ്റഡി, റിപ്പോർട്ട്, അസസ്മെന്റ്, അങ്ങനെ ഒരു 50-70. പിന്നെ ഒന്നും പോരാത്തതിന് കുറെ വൈബുകളും ഇടയ്ക്കിടയ്ക്ക് കുറെ പരീക്ഷകളും. അപ്പച്ച ഇതൊന്നും പോരാത്തതിന് കുറെ മത്സരങ്ങള്, SNA ആയിട്ടും കോളേജ് യൂണിയന്റെ ആയിട്ടും ആയിട്ടും. സത്യം പറഞ്ഞ ഏത് പ്രാക്ടീസാ ഞങ്ങൾ പോണേന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ആണോ മക്കളെ? ഇത്രയും പണിയുണ്ടല്ലേ? ഇത്രയും പണി എനിക്കും കൂടെ ഇല്ല. എന്തായാലും ഇത് കഷ്ടമായിപ്പോയി. എന്നാ പിന്നെ ഇവർക്ക് ടീച്ചർമാരോടെ കണ്ട് 4 വർത്താനം വന്നിട്ട് പോകാം. ഇങ്ങനെ പണി എടുപ്പിക്കാവോ പിള്ളേരെ കൊണ്ട്? നീ ഒന്ന് അടങ്ങെന്റെ അമ്മേ. ടീച്ചർമാർക്കൂടെ നമുക്ക് പിന്നെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. വാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇടയ്ക്ക് നടന്ന മത്സരങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കോളേജിലാണ് ഫസ്റ്റ് അടിച്ചത്. പിന്നെ അപ്പച്ച അമ്മച്ചി ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ഇവള് ജാക്ലിൻ, ഇവള് ആൻസി, ഇവള് റോസി. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ പോയേക്കാം. നമുക്ക് അരക്ക് വീട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കാം. എന്റെ പൊന്നുനാത്തൂൻ ഇങ്ങോട്ട് എത്തിയോ? മെടി, ദിലിക്കുട്ടി, മോൾക്കുട്ടി, ആലീസ, പെണ്ണമ്മേ, എടി വേഗം വാടി. നിങ്ങളുടെ കൊച്ചമ്മച്ചിയും ഈ ചാച്ചനും എത്തിയടി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇത്തവണ ക്രിസ്മസ് കളർഫുള്ളാകും. ക്രിസ്മസിന്റെ മേളങ്ങളെല്ലാം കണ്ടപ്പോ എന്റെ ക്ഷീണം അങ്ങ് പോയി. എന്നാലും എന്റെ നാത്തൂര് എന്ത് പറ്റി? വയസ്സായി പോയ പോലെ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എന്റെ ആങ്ങള പുള്ളി അന്ന് നിന്നും ഒരുപോലെ തന്നെ. എന്താ പറയാനാ, ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണ്ടേ, അല്ലാതെ വല്ലതും നടക്കുവോ? വന്ന കാലം നിൽക്കാതെ വാ, അകത്തേക്ക് കയറി വാ. കുഞ്ഞിപ്പെണ്ണെ, കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൊണ്ട് വാ, അകത്തേക്ക് വാ. എന്തായാലും എല്ലാരും എത്തിയല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത്തവണ ക്രിസ്മസ് അങ്ങ് അടിച്ചു പൊളിക്കാം. മക്കളെ, എങ്ങനെയാ പൊളിക്കണ്ടേ? ഇനി വേണം നമ്മുടെ ഈ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. അതെന്താ അവിടെ ഈ ബഹളം കേൾക്കുന്നത്? Gabriel